ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ എടപ്പള്ളി വരെ ഒന്ന് പോവുകയാണ്. അവിടെയാണ് പ്രിയങ്കയും ഒപ്പയൊക്കെ താമസിക്കുന്നത്. ഓഫീസിൽ നിന്ന് നേരെ വന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വേഗം തന്നെ ബസ് പിടിച്ച് ലേറ്റ് ആവുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുമായിരുന്നു. കാരണം നല്ല ബ്ലോക്ക് ആയിരിക്കും. എത്ര നേരത്തെ ഇറങ്ങിയാലും കല്ലൂർ അവിടെയൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ വേഗം തന്നെ ബസ്സൊക്കെ കയറി അങ്ങോട്ടേക്ക് പോകണം. കടവന്ത്രയാണ് എൻ്റെ ലൊക്കേഷൻ വരുന്നത്. കാരണം ഞാൻ അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. പ്രിയങ്കയും അപ്പയും മോളുമായിട്ട് വീടെടുത്ത് അവിടെ എടപ്പള്ളിയുമാണ് നിൽക്കുന്നത്. ഇത് CJP പ്രൊട്ടസ്റ്റ് ഒക്കെ ജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. 2-3 സ്ഥലത്ത് ഉണ്ടായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് ശരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത്. അതിന്റെ പരാതിയും പരിഭവങ്ങളും ഒക്കെ അപ്പയ്ക്കുണ്ട്. കാരണം ഞാൻ എപ്പോഴും അങ്ങനെ വരാറില്ല. കിട്ടുന്ന സമയത്തൊക്കെ സൺഡേസിലാണെങ്കിലും കിടന്ന് ഉറപ്പായിരിക്കും ശരിക്കും ചെയ്യുന്നത്. നല്ല വിഷമമാണ് അപ്പയ്ക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ല, അടുത്തുണ്ടായിട്ടും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രിയങ്കയും മോളും കൂടെ എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കോൺട്രവേഴ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ ആരാരി. അരുന്ധതി എന്നാണ് പേര്. നമ്മൾ ആരാരി എന്നാണ് വിളിക്കുന്നത്. പണ്ടത്തെ വീഡിയോസിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ അന്ന് വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ആള് വലുതായി UKG ആയിട്ടുണ്ട്. പോകുന്നത് വഴി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയതിനിടയ്ക്ക് ആരാരിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. എന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ അപ്പ. പണ്ടത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ആളെ. ഇവിടെ വന്നപ്പോഴാണ് അവള് പറയുന്നത് പ്രിയങ്ക ഓൾറെഡി ഡംപ്ലിങ്സ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ്. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. എന്നാൽ പിന്നെ നേരെ അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാന്ന് കരുതിട്ട് നേരെ ഞങ്ങൾ ഡംപ്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി കയറി. ആരാരും ഇതിനിടയ്ക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോൾ കുക്ക് ചെയ്താലും ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ആരാരി ഉണ്ടാവും. ആരാരിക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്യണം. അവർക്ക് ഇപ്പം നമ്മൾ മസാലകൾ ഇടുവാണെങ്കിൽ അവർക്ക് ഇടണം. ഈ കാണുന്ന കുഞ്ഞു കേക്കുകൾ അവളതാണ്. എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്തിരിക്കണം. അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ചൂടായതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ അതൊക്കെ വേണ്ടാന്ന് പറയും. ഞങ്ങൾ പണ്ട് മോമോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡംപ്ലിങ്സ് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. പ്രിയങ്ക ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടിട്ട് ആൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് റെസിപ്പീസും കാര്യങ്ങളൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ മോമോസ് ഉണ്ടാക്കുന്നത് പോലെയല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഡംപ്ലിങ്സ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചില്ലി സോസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് വീഡിയോ എടുത്തിട്ട് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ നല്ലതായിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കിയ പ്രിപ്പറേഷനില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സൈൻ ഓഫ് പറയാനായിട്ട് എൻ്റെ കൂടെ ആരാധിയുണ്ട്. അടുത്ത വീഡിയോ